നമസ്കാരം. നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകൾ. കഴിഞ്ഞ 10 വർഷം നമ്മൾ വാർത്ത തുടങ്ങിയിട്ട് 3ാമത്തെ വർഷം നടക്കുമ്പം കുറേയധികം ദിവസം അടുപ്പിച്ച് നമ്മുടെ വാർത്ത ഉണ്ടായില്ല. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്ന്, സംസ്ഥാന സ്കൂൾ കലോത്സവം. തുടർന്ന് വന്ന നമ്മുടെ 2ാമത്തെ സിനിമയുടെ മുഖത്തിൻ്റെ കുറച്ച് ജോലികൾ വളരെ അടിയന്തരമായി ചെയ്യേണ്ടി വന്നു. ഇതുണ്ടാകാതിരിക്കാനുള്ള ഒരു വലിയ ശ്രമം ഞങ്ങളുടെ ടീം ഇനി തുടർന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. വാർത്തയ്ക്കകത്തും ഞങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇപ്പോൾ ഞങ്ങൾ രാത്രിയിൽ 10 മണിക്ക് ശേഷമാണ് പലപ്പോഴും വാർത്തയിടുന്നത്. അത് ഞങ്ങൾ മാറ്റി കഴിയുന്നത്ര ഒരു 8 മണിയോടുകൂടിയെങ്കിലും ആദ്യത്തെ ബുള്ളറ്റിൻ ഇടാനും പിന്നെ വൈകി വരുന്നത് പ്രത്യേക ബുള്ളറ്റിനായി പ്രസിദ്ധീകരിക്കാനുമാണ് ആലോചിക്കുന്നത്. നമ്മൾ സമഗ്രമായി ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് അത് പ്രേക്ഷകർക്കും അതിൻ്റെ പ്രയാസം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഈ സ്പീഡിൽ പോകുന്ന ലോകത്തിൽ നമ്മളും കുറച്ചുകൂടി അതിനോടൊപ്പം ഓടണം. നിങ്ങൾക്കും അറിയാം, അതിൻ്റെ നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ അതിൻ്റെ സമഗ്രതയിൽ ചെയ്യാൻ ആലോചിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ കയറെടുക്കുമ്പോൾ കയർ കാണുന്ന ഉടനെ അത് പിന്നെ പാമ്പാണെന്ന് പറഞ്ഞ് അടിച്ചു കൊല്ലുന്ന പണി ഞങ്ങൾ ചെയ്യത്തില്ല. ഇനിയും വളരെ സ്പീഡിൽ ഞങ്ങൾ വേഗതയിൽ വാർത്ത എത്തിക്കും എന്ന് പറയുമ്പോഴും അതിൻ്റെ നേര് നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയ താമസം ഈ വലിയ വേഗതയിൽ പോകുന്ന ലോകത്ത് ഞങ്ങൾക്കുണ്ടാകും. അത് ഞങ്ങളൊരു വലിയ കുറ്റമായിട്ടും കുറവായിട്ടും ഞങ്ങൾ കാണുന്നില്ല. അത് നിങ്ങളോടുള്ള ഒരു സത്യസന്ധത പുലർത്താനുള്ള മാധ്യമ ലോകത്തോടുള്ള മാധ്യമധർമ്മത്തോടുള്ള കൂറ് പുലർത്താൻ എപ്പോഴും നന്മയും സ്നേഹവും ആർദ്രതയും കരുണയും സത്യസന്ധതയും ഒക്കെ കാലാതീതമാണ്. ഇപ്പോൾ കർണൻ്റെ കാലത്തും ഇനി വരാനിരിക്കുന്ന പുതിയ കാലത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലും ഈ സാമൂഹ്യ ബോധവും നന്മയും ഒക്കെ ഒരേ അർത്ഥതലത്തിൽ തന്നെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അതിനോടൊപ്പം നീതി പുലർത്താൻ ഞങ്ങൾ ശ്രമിക്കും. ഇന്നതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തിന് ശേഷം വാർത്ത ചെയ്യുമ്പോൾ സമഗ്രമായ വാർത്ത ഇന്ന് ചെയ്യുന്നില്ല. ഞങ്ങളുടെ 2ാമത്തെ സിനിമ ലൈല ക്രിയേഷൻസിൻ്റെ 2ാമത്തെ സിനിമയായ മുഖം, അത് ഒരു പ്രത്യേക രീതിയിൽ ഞങ്ങളെടുത്ത സിനിമയാണ്. ഇതിനകത്തും സംഭാഷണങ്ങളില്ല. സിനിമയുടെ ഉദ്ഘാടനവും ആദ്യത്തെ പ്രദർശനവും അതുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ മാത്രമായി ഇന്നത്തെ വാർത്ത ഞങ്ങൾ ചുരുക്കുകയാണ്. നാളെ മുതൽ സമഗ്രമായ വാർത്തയുമായി എത്തും. അതുവരെയും നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം. പ്രയാസകരമായ ദൗത്യം, എന്നാൽ അത് അസാധ്യമല്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ ആദ്യത്തെ സിനിമ ഇറങ്ങി എല്ലാവരും കണ്ടു തീരുന്നതിന് മുമ്പ് തന്നെ 2ാമത്തെ സിനിമയിൽ പുറത്തിറക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ലക്ഷ്യം അസാധ്യമല്ല എന്നതിൻ്റെ സൂചന. ആദ്യത്തെ സിനിമയ്ക്ക് നല്ല സ്വീകരണമാണ് ലഭിച്ചത്. ഇപ്പോഴും ഒരുപാട് പൊതു ഇടങ്ങളിൽ ആ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ പോയി നോക്കാറുണ്ട്. യൂട്യൂബിലും നല്ല വ്യൂവർഷിപ്പ് ആദ്യത്തെ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യ സിനിമ ആളുകൾ മുഴുവനായി കണ്ടുതരുന്നതിന് മുൻപ് തന്നെ 2ാമത്തെ സിനിമയിൽ പ്രേക്ഷകരുടെ മുമ്പാകെ എത്തിക്കുവാൻ ലൈല പ്രൊഡക്ഷൻസിന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സിനിമയുടെ വേളയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഏറ്റവും പ്രയാസമുള്ള 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഒന്ന്, ഷോർട്ട് ഫിലിം എടുക്കാനാണ് ഏറ്റവും പ്രയാസം. കാരണം ഒരു വലിയ പ്രമേയത്തെ വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ ആളുകളിലേക്ക് കൃത്യമായ മെസ്സേജ് എത്തിക്കുന്ന രൂപത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു പ്രയാസമുള്ള കാര്യം. ആദ്യത്തെ സിനിമയ്ക്ക് 14 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. മമ്മൂട്ടിയുടെ തന്നെ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയ്ക്ക് പ്രചോദനമായത് 1 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള ഒരു പരസ്യമാണ്. യഥാർത്ഥത്തിൽ ഈ 2ഉം ഞാൻ കണ്ടു, ഈ പരസ്യവും കണ്ടതാണ്. ആ പരസ്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ലിജോ ഈ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലേക്ക് വരുന്നത്. സിനിമയാണോ പരസ്യമാണോ മികച്ചത് എന്ന് നമ്മൾ തന്നെ സംശയിച്ചു പോകും. കാരണം 2 മണിക്കൂർ അധികം ഉള്ള ഒരു സിനിമ പറയാൻ ശ്രമിച്ച അത്രയും കാര്യങ്ങൾ
ഈ 1 മിനിറ്റിൽ താഴെയുള്ള പരസ്യത്തിലും ചിത്രീകരിക്കാൻ ആ പരസ്യത്തിൻ്റെ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം കൂടുതൽ കിട്ടുന്നത് സംവിധായകന്, ചലച്ചിത്രകാരന് ഒരു വലിയ ആശ്വാസമാണ്. അതിലേക്ക് ഇപ്പോൾ രണ്ടാമത്തെ സിനിമയായപ്പോഴേക്കും 24 മിനിറ്റായി. അപ്പോൾ കുറച്ചുകൂടെ ഒരു സ്വാതന്ത്ര്യം സംവിധായകർക്ക് കിട്ടിയിട്ടുണ്ട്. ഏതോ ഒരു സിനിമയിൽ ഇന്നസെന്റ് പറയുന്നുണ്ട്, ഈ പഞ്ചായത്തിലെ ഓരോ അരിമണിയും ഞാൻ പുറത്തിയെടുത്തു എന്ന് പറഞ്ഞിട്ട് അഴകിയ രാമൻ എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് തോന്നുന്നു, അല്ലേ? ഇന്നസെന്റ് പറയുന്ന ഒരു ഡയലോഗാണ്, അല്ലേ? അതുപോലെ 12 മാസം കഴിയുമ്പോൾ കുണ്ടറ നിയോജക മണ്ഡലത്തിലെ ഒരുമാതിരിപ്പെട്ട ജനസംഖ്യയിലുള്ള എല്ലാവരെയും തുളസിയണ്ണൻ സിനിമാ നടന്മാരാണ്. ഈ ഓരോ അരിമണി എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ കാഴ്ചക്കാരായി സിനിമ കാണാൻ വന്ന പല ആളുകളെ ഇപ്പൊ ഞാൻ അഭിനേതാക്കളായി ഇവിടെ കാണുകയുണ്ടായി. അപ്പോ ഇവിടെ ഇപ്പോൾ ഇരുന്ന് കാണുന്ന ആളുകളിലാണ് എൻ്റെ പ്രതീക്ഷ. അടുത്ത സിനിമയിൽ ഇവർ പലരും കഥാപാത്രങ്ങളായി ഈ ചലച്ചിത്ര താരങ്ങളായി മാറിയേക്കാം. ഇപ്പോൾ ശിവൻ ചേട്ടനൊക്കെ ഇപ്പോൾ കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു, ഇത്തവണ അഭിനേതാവ്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാവരും ജനകീയ സിനിമ, ജോൺ അബ്രഹാമൊക്കെ ജനകീയ സിനിമ എടുക്കുമ്പോൾ ആ ജനകീയ സിനിമയ്ക്ക് വേറൊരു ദൗത്യമായിരുന്നു ഉണ്ടായിരുന്നു. ജനകീയ സിനിമ എന്ന നിലയിൽ ജനകീയ സിനിമയായിരുന്നു. ഇപ്പം അതല്ല, ഇത് നമ്മുടെ ഇടയിലുള്ളവരെല്ലാം തന്നെ ഈ സിനിമയിൽ കഥാപാത്രങ്ങളായിട്ട് മാറുന്നത് കാണുന്നതിൻ്റെ ഒരു സന്തോഷവും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരു സന്തോഷം തരുന്ന അനുഭവമാണ്. സിനിമയെ സംബന്ധിച്ചിട്ടുള്ള പ്രതികരണങ്ങൾക്ക് വേണ്ടി പെരുമ്പൾ സാർ അടക്കമുള്ളവരുണ്ട്, അതുകൊണ്ട് അതിലേക്ക് ആഴത്തിൽ പോകുന്നില്ല. പക്ഷേ ആദ്യ സിനിമയിൽ ഒരു സാമൂഹിക പ്രശ്നത്തെ ആണ് കൈകാര്യം ചെയ്തിരുന്നത്. കുറച്ചുകൂടെ വിപുലമായ, കുറച്ചുകൂടെ സംവാദത്തിന് കരുത്തുള്ള, കാമ്പുള്ള ഒരു പ്രമേയത്തെയാണ് രണ്ടാമത്തെ സിനിമ. എല്ലാ കാലത്തും ശക്തമായ, എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രമേയം തന്നെയാണ്. സമീപകാലത്തെ സംഭവങ്ങൾ മാത്രമൊന്നുമാണ്. അതിനൊക്കെ എത്രയോ കാലങ്ങളായി ഈ പ്രമേയം കഥയായി, കവിതയായി, സിനിമയായി ഒക്കെ വരുന്നു. ആ നിലയിൽ ഏറ്റവും എന്നെ ഉള്ളു പൊള്ളിച്ചിട്ടുള്ള ഒരു നോവലാണ് 100 സിംഹാസനങ്ങൾ. 100 സിംഹാസനങ്ങൾ വായിച്ചിട്ടുള്ളവർ. അപ്പോൾ ആ നിലയ്ക്കെല്ലാം വന്നിട്ടുള്ള എന്നും പ്രസക്തമായ ഒരു പ്രമേയത്തെയാണ് സിനിമ എന്ന മാധ്യമത്തിൽ കൂടി അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സംവിധായക തയ്യാറായിട്ടുള്ളത്. സംഗീതത്തിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് കൃഷ്ണൻ വരുമ്പോഴെല്ലാം ഉള്ള ഫ്ലൂട്ട് വളരെ മനോഹരമായി അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കൃഷ്ണൻ വരുന്ന സമയത്തെല്ലാം പുല്ലാങ്കുഴൽ കേൾക്കാൻ നല്ല രസമുണ്ട്, നല്ല സുഖമുണ്ട്. അങ്ങനെ ഓരോ പാർട്ടായിട്ടെടുത്ത് പറയാൻ ഞാനൊരു ചലച്ചിത്ര നിരൂപകനല്ല. തുളസി എന്ന് പറഞ്ഞതുപോലെ സിനിമ കാണുന്ന ഒരാളാണ്. സിനിമയുടെ ഒരു ആസ്വാദകൻ എന്ന നിലയിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്. തീർച്ചയായും കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. കുറച്ചും കൂടെയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഷോർട്ട് ഫിലിമിൽ നിന്ന് മാറി മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് മാറാൻ ധർമ്മയ്ക്ക് കഴിയട്ടെ. മുഖ്യധാരാ സിനിമയിലേക്ക് കൂടി കുണ്ടറയിൽ നിന്നും ഒരു സംവിധായക കൂടി ഉണ്ടാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഈ സംരംഭങ്ങൾ, ഇതൊരു വലിയ സംരംഭമാണ്. ഒരു വർഷം 12 സിനിമ എന്ന വലിയൊരു ദൗത്യമാണ്. അതിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് സംവിധായകയ്ക്ക്, അഭിനയിച്ച അഭിനേതാക്കൾക്ക് എല്ലാം ഇതിൻ്റെ എല്ലാമായിട്ട് നോക്കുകയാണ്. എല്ലാവരും അഭിനേതാക്കൾ പലരും ആദ്യമായി അഭിനയിച്ചതാണ് എന്ന ഒരു തരത്തിലുള്ള സങ്കോചവുമില്ലാതെ
വളരെ നന്നായി അഭിനയിച്ചു. എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ സഹായിച്ച സുമനസ്സുകളെ അവരെല്ലാവരെയും പ്രത്യേകമായി അവരോടുള്ള നന്ദി കൂടിയ അവസരത്തിൽ ഒരു കലാ ആസ്വാദകൻ എന്ന നിലയിൽ, MLA എന്ന നിലയിലല്ല, ഒരു ചലച്ചിത്ര ആസ്വാദകൻ എന്ന നിലയിൽ അവരോടുമുള്ള നന്ദി പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിരിക്കുന്നു. നന്ദി. സ്വാഗതം ആശംസിച്ച സഹ സംവിധായകൻ കൂടിയായ ശ്രീ തുളസി എൻ്റെ ആമുഖ സംഭാഷണത്തിന് വേണ്ടിയുള്ള എത്തി ഹർമ്മ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു വലിയ അകലം തോന്നുന്നു. ചക്കി എന്ന് വിളിക്കുന്നതാണ് ഓർത്തത്. ലൈല തുളസി ചക്കി. പ്രതികരണത്തിന് വേണ്ടി എത്തിയിട്ടുള്ള പെരിന്തര ഗോപാലകൃഷ്ണ സാറ്, രാജ് സാറ്, രാജൻ മലനട, ബഹുമാന്യം നിങ്ങളാരും പ്രതീക്ഷിക്കുന്നു. പ്രതികരണങ്ങൾ നടത്താൻ ഗോപാലകൃഷ്ണ സാറും രാജ് സാറും എല്ലാവരും ഇത് എന്നിലുണ്ടാക്കിയ ഒരു വിചാരം, ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല രംഗങ്ങളിലും ഇടപെടാൻ കഴിയില്ല. കുട്ടികൾ പാഠ്യവിഷയത്തിനൊപ്പം കലാകായി രംഗത്ത് ഇവിടെ നമ്മുടെ ചക്കിയും കൊച്ചുകൂട്ടനുമല്ല നാട്ടുംപുറങ്ങളെ സർവകലാശാലകളാക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കുകയും എന്ന് മാത്രമല്ല ഒരു അസൂയ കൂടിയാണ്. എൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരുമാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് എല്ലാവരും, ഞാൻ ഒഴികെ. ഇങ്ങനെ പ്രത്യേകത കൂടിയുണ്ട്. ഇവരിൽ ഓരോരുത്തരും നമ്മുടെ കാണുമ്പോൾ തന്നെ ശിവൻ സാർ എടുക്കുന്നുണ്ട്. ശിവൻ സാറിൻ്റെയൊക്കെയുള്ള മുമ്പ് ഒരു സാഹിത്യ രംഗത്തൊക്കെ വാസനമുള്ള ആളാണ്. അഭിനയം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അറിയിക്കും. അതുപോലെ ഞാൻ ഓരോരുത്തരുടെയും പേര് എടുത്ത് പറഞ്ഞ മോഹനൻ കത്തി വേഷത്തിലേക്ക് വരുമ്പോൾ പോലീസായിരുന്നെങ്കിലും പാവം മനുഷ്യനാണ്, ഒന്ന് കളിച്ച് നടത്തിലാണ്. അപ്പോൾ ഇവിടെ വരച്ചുകാട്ടപ്പെട്ടത് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പൊളിറ്റിക്കൽ സറ്റയർ എന്നെല്ലാം വിശേഷം. ആദ്യത്തെ ചോദ്യം തന്നെ, കൃഷ്ണ നിനക്ക് ഞാൻ പണം തരണം, നീ എനിക്ക് വരൂ എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ ചിത്രത്തിലുടനീളം അപഭ്രംശം സംഭവിക്കുമ്പോൾ അവിടെ കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുകയും അതെല്ലാം ശരി. ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ചാണ് ഇവിടെ ദൈവത്തിൽ കൊടുക്കാനാണ് ഓരോ വിഭാഗം ആഗ്രഹിക്കുന്നത്. ഞാൻ കാണുന്നത് കൃഷ്ണൻ പ്രതീകാത്മകമായി അധർമ്മം നടക്കുമ്പോൾ അവിടെ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ശ്രമം നടക്കുന്നു. ആ ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആ സന്ദേശം നമ്മുടെ സമൂഹത്തിന് ഒട്ടനവധി ഭാവി പ്രതീക്ഷകളാണ് നൽകുന്നത്. പലപ്പോഴും നമ്മളൊക്കെയും തെറ്റ് കാണുമ്പോൾ പല കാരണങ്ങളാണ്. ഒരുപക്ഷെ ഹിന്ദുത്വത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേരിൽ തെറ്റിനെ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകാറ്. അതിനപ്പുറത്തേക്ക് കടന്ന് ഒരു ദിശാബോധം കൊടുക്കത്തക്ക തരത്തിലാണ് ഇവിടെ ഈ പ്രൊഡ്യൂസിൻ്റെ ഉടനീളം. ഞാൻ ഓരോ ഘട്ടങ്ങളിലും പോയി ഉടനീളം നമുക്കത് കാണാൻ. അത് എന്ന് മാത്രമല്ല, പ്രകൃതി സൗഹൃദമായി മീൻ വിൽപ്പന നടക്കുമ്പോൾ അവിടെ സേഫാണെന്ന് സേഫിന് കഥാപാത്രങ്ങൾ കാണാം. പേപ്പറിലാണ് പൊതിഞ്ഞു കൊടുക്കുന്നത്. അപ്പുറത്തൊരു പ്ലാസ്റ്റിക് കവർ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ചക്കിയുടെ സംവിധായകരുടെ ഒരു ഇടപെടി കണ്ടേക്കാം. പക്ഷെ അവിടെ പ്രകൃതി സ്നേഹം. ഇന്ന് ഈ വർത്തമാനം പറയാൻ ഞാൻ പോലും സൗകര്യത്തിന് പ്ലാസ്റ്റിക് കവറുകൾ മറ്റും ഉപയോഗിക്കുകയും അത് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത് മാത്രമല്ല വരുംകാല തലമുറയ്ക്ക് അവകാശപ്പെട്ടതുപോലും നിഷേധിക്കുന്ന തരത്തിലാണ് പോകുന്നത്. അപ്പം അതെല്ലാം കുറഞ്ഞ സമയം കൊണ്ട് വരച്ച് കാണിക്കാൻ കഴിയൂ. അതിന് അങ്ങേയറ്റം ഇതിൻ്റെ സംവിധായകയായിട്ടുള്ള
നമ്മുടെ ചക്കിയെ അഭിനന്ദിക്കുന്നു എന്ന് മാത്രമല്ല ഇവിടെ MLA സൂചിപ്പിച്ചു. അതൊക്കെ ഈ കൊച്ചുകൂട്ടത്തില്ല തുളസിയുടെ പ്രേരണയുണ്ടെന്നുള്ള ഒരു സത്യമാണ് എന്ന് മാത്രമല്ല ആദ്യമേ പറഞ്ഞല്ലോ. 91 ഞാൻ ജില്ലാ കൗൺസിലിലേക്ക് മത്സരിക്കുന്ന സമയത്താണ് തിരുനാളമായിട്ട് വന്നത്. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം പിന്നെ അവിടെ കൊച്ചുന്നാണ്. കൊച്ചുകൂട്ടുമായിട്ട് മാത്രമല്ല കുടുംബത്തോട് എല്ലാവരും പരസ്പരം ഞങ്ങൾ കടപ്പെട്ടവരാണ്. സഹോദരന്മാരെ പോലെയല്ല സഹോദരന്മാരായിട്ടാണ് ഇപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഇടപെടുകയും കാണുകയില്ല. അപ്പോൾ പക്ഷേ സഹായത്തില്ല, പരിമിതി. അപ്പോൾ എന്തായാലും ഇവിടെ പറഞ്ഞു അന്ന് ഞങ്ങളെ അടിച്ച കാര്യം. അപ്പോൾ മനസ്സിലുള്ള വിരോധം കൂടി അന്ന് തീർത്തെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അത് പിന്നീട് കൈകാര്യം. പക്ഷേ അന്ന് മുതലുള്ള ബന്ധം ഈ പറഞ്ഞു പോയാൽ കൂടുതൽ കൊച്ചുകൂട്ടത്തിൽ പൂജാരിയായിട്ട് വന്നപ്പോൾ എനിക്കുണ്ടായ സംശയം അങ്ങനെ വലിയ കൂടുതൽ അമ്പലത്തിൽ പോയിട്ടുണ്ട്. വാർത്തകൾ വല്ലതും ശേഖരിക്കാൻ പോകും അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതെല്ലാം ഉള്ളിൽ പറക്കിയെടുക്കാൻ വേണ്ടി പോയാൽ അപ്പുറത്ത് ഒരു ഭക്തനുമല്ല ഒരു ദൈവങ്ങളോടും അങ്ങനെ ആരാധന മനോഭാവവും ഇല്ല. ഇത്രയും വർഷങ്ങളായി നമുക്കറിയാം. എല്ലാം കടുത്ത വിമർശിക്കുന്ന ആളാണ്. പക്ഷെ പൂജാരിയായിട്ടൊന്ന് നന്നായിട്ടുണ്ട്. ആ പ്രൊഫഷനെ ശോഭിക്കും. എന്തായാലും ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു അഭിമാനമായി ചക്കി കൊച്ചുകുട്ടികളൊക്കെ മാറട്ടെ. തീർച്ചയായും ഈ ചലച്ചിത്ര ലോകത്ത് ചക്കിക്ക് ഒരുപാട് സംഭാവന ചെയ്യാൻ കഴിയും. ഈ പ്രായത്തിൽ ഇവിടെ ഈ സിനിമ സംവിധാനം ചെയ്യുക അവതരിപ്പിക്കുകയും എത്ര മനോഹരമായിട്ട് എത്ര ഭംഗിയാണ്. നമുക്കൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ച് പ്രോത്സാഹനെ സംബന്ധിച്ചാൽ പറഞ്ഞു എന്നെയൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറം വളരെ മനോഹരമായിട്ട് അത് കൂടുതൽ ഏരിയകളിലേക്ക് എത്താൻ കഴിയട്ടെ. അത് നമ്മുടെ നാട്ടുകാരുടെ ഒരു സഹായം പ്രേരണ ഒക്കെ ഉണ്ടാവണം. ഒരു സിനിമ എടുക്കുക എന്ന് പറയുമ്പോൾ അതിനുള്ള ചെലവിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നും തന്നെ കാണാം. നല്ല സഹായം പലരും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേര് നേരത്തെ ഞാനായിട്ട് ആവർത്തിക്കുന്നു. നമ്മുടെ ഒത്തിരി ഫലം നമുക്ക് പറഞ്ഞിരിക്കുകയാണ് ഒരു കൈ സഹായമായി. എന്തായാലും അവരെയൊക്കെ തന്നെ അവരെയൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ശിവസാർ വന്ന ശിവസാറിൻ്റെ വീടാണെങ്കിലും എല്ലാവരെയും അങ്ങേയറ്റം അനുമോദിച്ചുകൊണ്ട് നല്ല നല്ല കലാസൃഷ്ടികൾ ഉണ്ടാകട്ടെ. അത് നമുക്കെല്ലാം കൂടി ചെയ്യാൻ ചെയ്യാം, ഒത്തൊരുമിച്ച് മുന്നേറാം. ഈ സൃഷ്ടി നമ്മുടെ നാടിന് ഏറെ പ്രചോദനവും പ്രയോജനവുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വർത്തമാനം നിർത്തുന്നു. നമസ്കാരം. സ്വാഗത പ്രാസംഗ്യം പറഞ്ഞത്. അപ്പോൾ ഈ നമുക്കറിയാം സാമൂഹികമായ പ്രശ്നങ്ങളെ വളരെ സ്ഥൈര്യത്തോടു കൂടി നേരിടുന്ന തുളസിയണ്ണൻ, അത് മാധ്യമപ്രവർത്തനത്തിലായാൽ പോലും മുഖം നോക്കാതെയുള്ള ഇടപെടലുകളാണ് അദ്ദേഹം നടന്നത്. പലപ്പോഴും പലർക്കും അത് അരോചകമായി തീരുന്നെങ്കിൽ പോലും യാഥാർത്ഥ്യത്തിന് നേരെ മുഖം തിരിച്ചു നിൽക്കാത്ത വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകളും മകനും സിനിമാ ഫീൽഡിലേക്ക് എത്തുകയാണ്. എന്ന് വെച്ചാൽ ഒരു കുടുംബം മുഴുവൻ സിനിമയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ധർമ്മയുടെ ഈ പ്രയാണത്തിൽ സർവ്വവിധ പിന്തുണയുമായി ഈ നാട്ടുകാരുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. രണ്ടാമത്തെ ചിത്രമാണ്. ഒരു വർഷം 12 സിനിമ എന്നുള്ളതാണ് അവരുടെ ആഗ്രഹമെന്ന് തുളസിയണ്ണൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടുന്ന സർവ്വ പിന്തുണയും നൽകാം. ഒരു സിനിമാ സംവിധായിക കുണ്ടറയിൽ ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയും ധർമ്മയിലൂടെ ഉരുത്തിരിഞ്ഞു വരികയാണ്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്ന നിലയിലാണ് ഈ ഹ്രസ്വ ചിത്രങ്ങളിലൂടെ കടന്നുപോകുന്നത്. ധർമ്മയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. MLAക്ക് ധൃതിയുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ആരാധ്യനായ കുണ്ടറയുടെ MLA ശ്രീ PC വിഷ്ണുകുമാർ അവരുടെ സ്നേഹപൂർവ്വം. പുരോഗമനപരമായ കലകൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അത് ഹസ്യചിത്രമാണ്, നാടകങ്ങളാണ്, അതുപോലെ തന്നെ ഗ്രന്ഥശാലകൾ, നൃത്തനൃത്യങ്ങൾ, നമ്മുടെ മിമിക്രി പോലും, ആക്ഷേപഹാസ്യത്തിലൂടെ മിമിക്രി പോലും വളരെ ചടുലമായി നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കടന്നു വരുന്നതാണ്. സമൂഹത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നത് കൊണ്ടാണ് നമ്മുടെ കേരളം ഇപ്പോഴും മരിക്കാതിരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങൾ മരിച്ചതുപോലെ മരിക്കാതിരിക്കുകയും സജീവമായി മുന്നോട്ട് പോകുന്നത് നമ്മുടെ കലകൾക്ക് ശക്തിയുള്ളതുകൊണ്ട്. ഞാനൊരു നീണ്ട ഇതിൽ അരമണിക്കൂർ ഞാൻ സംസാരിക്കുന്നത് അത് 5 മണിക്കൂർ നിർത്തമാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ
വസ്തുചിത്രം, പേര്, മുഖം, ഇത് ചെയ്യുന്നതും ഇതേ ധർമ്മമാണ്. കാരണം സമൂഹത്തിലുള്ള ചുതികളെ കണ്ടെത്തി കഴിഞ്ഞ പ്രാവശ്യം ആര് എന്ന സിനിമയിൽ കാണിച്ചത് അച്ഛനമ്മമാരുടെ വീഴ്ച കൊണ്ടും സമൂഹത്തിന്റെ വീഴ്ച കൊണ്ടും നിഷ്കളങ്കരായി ജീവിച്ച കുട്ടികൾ തെറ്റിലേക്ക് കടന്നു പോകുന്ന ചൂണ്ടിക്കാണിക്കുക. ഇന്ന് നമ്മളോട് വിളിച്ചു പറയുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുടെ സിനിമയിൽ വന്നിട്ടുണ്ട്. മുഖ്യമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നത് ഈ അയിത്തം മനുഷ്യനും തമ്മിൽ മാത്രമാണ്. സൗകര്യത്തിന് വേണ്ടി എന്റെ കൃഷ്ണൻ ഞാൻ ഭഗവാനെന്ന് വിളിച്ചോട്ടെ. സൗകര്യത്തിന് വേണ്ടി ഭഗവാനും മനുഷ്യനും തമ്മിൽ യാതൊരു ഐക്യമില്ല. ഇതിന്റെ പ്രധാന കഥാപാത്രം 9 HP 75 11 82 എന്ന നോട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ആ നോട്ട് കാണും 9 HP. ആ നോട്ട് എന്താ ശ്രമിക്കുന്നത് ആലോചിക്കുക. 9 HP സാറിന് പെൻസിലിനകത്താണ് HP അല്ലേ, നോട്ടിനകത്ത് HP. അപ്പോൾ HP നമ്മുടെ രക്തത്തിന്റെ ഒരു ഘടകം പറയുമ്പോൾ HP അവിടെയും വരും. അപ്പോൾ ഇതേ സീനില്ലാത്ത ഒരുപാട് നോട്ടുകൾ നമുക്കുണ്ട്. പക്ഷേ മനുഷ്യ ശരീരത്തിലുള്ള രക്തത്തിന്റെ പ്രത്യേക ഒരു കാര്യം HP എത്രണ്ണം ചോദിക്കും. അപ്പോൾ HBയുടെ അളവ് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ 9 HP 25 11 82 നോട്ട് സഞ്ചരിക്കുകയാണ്. ആ സഞ്ചാരത്തിനോടൊപ്പം ഭഗവാൻ സഞ്ചരിക്കുന്നു. ആ നോട്ട് എവിടെയൊക്കെയുണ്ടോ അവിടെ ഭഗവാൻ എത്തുന്നു. പക്ഷേ ഈ നോട്ട് ഭഗവാൻ കൈവിട്ടുന്നില്ല. ഇതിന്റെ തുടക്കത്തിൽ പാവപ്പെട്ട ഒരു മനുഷ്യൻ തന്റെ വിശ്വാസം കൊണ്ട് തന്റെ അധ്വാനത്തിന്റെ തുള്ളികളെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കൊടുക്കാം. ആ കൊടുക്കയിൽ ഇട്ടിട്ടായത് പൊട്ടിച്ച് എണ്ണി ഒരു തുണിക്കെട്ട് കിഴിക്കെട്ടാക്കുകയാണ്. ഈ കിഴിക്കെട്ട് ഇവിടെ കുട്ടികൾക്ക് ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധം ആരംഭിക്കും. അതുപോലെ ശ്രീകൃഷ്ണനടുത്തേക്ക് ഈ കിഴിക്കെട്ടുമായിട്ട് താൻ പോകാൻ വരുമ്പോൾ അതൊന്ന് സ്വീകരിക്കുന്നില്ല. കാരണം ഇതൊന്ന് എണ്ണിയെടുക്കാനും ഈ ദുരായമാണ് സമയം. അദ്ദേഹം കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് 500 രൂപ നോട്ട് വാങ്ങി. അവിടെ ആരംഭിക്കുന്ന നോട്ടിന്റെ സഞ്ചാരം. ഈ നോട്ട് കൊണ്ട് കിട്ടുന്ന ഈ പാവപ്പെട്ട മനുഷ്യനെ ജാതിയുടെ പേരിലാണ്, മതത്തിന്റെ പേരിലാണ്, സാമ്പത്തിക ഉച്ചനീചത്തിന്റെ പേരിലാണ് അദ്ദേഹം സമൂഹത്തിലെ അടക്കളമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതെന്നാണ് പൂജാരിയായിട്ട് നിർത്തുകയാണ്. പക്ഷെ നമ്മൾ അന്നത്തിൻ്റെയാണ് പൂജാരി, പൂജ നടത്തുന്ന പൂജാരിയാണ്. പൂജാരിയുടെ മുഖം നമ്മൾ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ പൃഷ്ഠഭാഗവും ഒരു വലിയ പൂർവ്വമാണ് കാണിക്കുന്നത്. ധർമ്മയെ ഞാൻ അഭിനന്ദിക്കുന്നു. വേറൊരാളാണ് ചെയ്തതെങ്കിൽ പൂജാരിയുടെ മുഖം ആദ്യം കാണിക്കുന്നത്. ആ പൂർണ്ണ തിരിച്ചു വരുന്നത് വരെയും ആ പൂർണ്ണ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത് കാണിക്കുന്നത്. ആ പൂർണ്ണ പൂജാരി തിരിഞ്ഞു വരുമ്പോൾ മുഖം ഒന്ന് മറന്നു പോവുകയും പിന്നീട് പൂജാരിയുടെ മുഖം കാണിക്കുന്നില്ല. ഇതിന്റെ അർത്ഥം എല്ലാ പൂജാരിമാരെയുമാണ് ഈ കഥാപാത്രം. ഒറ്റ പൂജാരിയല്ല, എല്ലാ പൂജാരിമാരും ഉദ്ദേശിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പൂജാരി അയാളെ ആട്ടി കുടിക്കും. പക്ഷെ ഇതിന് മുമ്പും ഒരു കാര്യം, ഈ പൂജാരി ഇയാളെ ആട്ടി ഓടിക്കുമ്പോൾ ബന്ധനസ്ഥനായ ഒരു ഭഗവാനുണ്ടാണ്. ഈ രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളുടെയും അവസ്ഥയിലാണ്. ദൈവങ്ങളെല്ലാം ബന്ധനസ്ഥരാണ്. അവർ പിടിയാടാൻ യാതൊരു അവസ്ഥയില്ല, യാതൊരു അവസരവുമില്ല. പക്ഷെ അവർ ഈ ആ ബന്ധനത്തിൽ കിടന്നുകൊണ്ടാണ് എത്താൻ തങ്ങാൻ. ഇത് ധർമ്മത്തിന്റെ ഒരു പ്രതീകമാണ്. കൃഷ്ണൻ പണ്ട് ധർമ്മത്തിന് വേണ്ടി ഒരാളാണെന്നാണ് നമ്മുടെ ഇതിഹാസം പറയുന്നത്. അപ്പോൾ ആ ധർമ്മത്തിൻ്റെയാണ് എല്ലായിടത്തും ഈ നോട്ടിനൊപ്പം സഞ്ചരിക്കുകയും ഒടുവിൽ ഇയാൾ വീണ്ടും കുടുക്കിയെടുത്ത് വെച്ച് തൻ്റെ സമ്പാദ്യങ്ങളിലേക്ക് ഇടുമ്പോൾ വീണ്ടും ഇടാൻ തുടങ്ങി ചോദിക്കുന്ന ഒരു ചോദ്യം. അതിൻ്റെ അർത്ഥം പടച്ചോട് പണം എന്തിനാ അവൻ നിനക്കും വന്നിനെ വാക്കറിയാവുന്നില്ല. അങ്ങനെ പാട്ടുണ്ട്, പഴയ പാട്ടാണ്. ഭഗവാൻ എന്തിനാണ് പണം? അതാണ് ഭഗവാൻ പറഞ്ഞു, ഞാൻ നിനക്കല്ലേ തരുന്നത്, നീ എനിക്കാണ് തന്നെ തുടങ്ങുന്നത്. ഏറ്റവും അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, നീ വീണ്ടും തുടങ്ങി, നീ വീണ്ടും പണം ശേഖരിക്കാൻ തുടങ്ങി എന്നാണ്. എനിക്ക് വേണ്ടിയല്ല നീ ഇടുന്നത്, മറ്റാർക്കോ വേണ്ടിയാണ്. ആ നോട്ടിനേക്കാൾ ഞാനേ കേൾക്കാവുന്നത്. ആദ്യമായി മറ്റൊരു കാര്യം ഞാൻ എല്ലാം പറഞ്ഞു ഒരുപാട് സഹായിക്കും. ഇസ്ലാം മതത്തിന്റെ അടയാളം പിന്നിൽ തൂക്കിയിട്ടുള്ള ഒരു ഫോട്ടോ എത്തുന്നു. അത്
കൊടുക്കുന്ന പക്ഷാപാതത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഈ നോട്ട് അന്നത്തിനുള്ള അടയാളമാണെന്ന് സംവിധായകൻ. അയാൾ ഹോട്ടലിലെത്തുന്നു, ആഹാരം കഴിക്കുന്നു, ഈ നോട്ട് അവിടെ കൊടുക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ആ ഹോട്ടലിലെ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ഇസ്ലാം മതത്തിൻ്റെ അടയാളം, സൗഹൃദത്തിൻ്റെ അടയാളം, സ്നേഹത്തിൻ്റെ അടയാളം. ആ നോട്ട് പിന്നെ അവിടെ സഞ്ചരിച്ച് ഒരു ക്രിസ്തീയ പ്രവർത്തനം. അവിടെ ഈ നോട്ടിന് ജാതിയില്ല, മതമില്ല എന്ന നോട്ടിലൂടെ നോട്ട് കാണിച്ചുകൊണ്ട് സംവിധായകരുണ്ട്. അത് പിന്നീട് സ്വന്തം ശരീരം വിറ്റ് അന്നത്തെ ആഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ, അവിടെ കൊള്ളയടിക്കുന്ന ചട്ടമ്പികൾ, ഇങ്ങനെ കാണി ചട്ടമ്പികൾ പോകുന്നത് ചട്ടമ്പികൾ അങ്ങനെ അല്ല, ഞാൻ വേറെ പറഞ്ഞ ചട്ടമ്പിയാണ് കൂടുതലായി. അപ്പോൾ ഇങ്ങനെ പോയി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇങ്ങനെ പോയിട്ട് ഈ നോട്ട് അവസാനം എവിടെ വന്നു ചേരുന്നു? പൂജാരി. ഈ പൂജാരി എന്താ ചെയ്യുന്നത്? ആ ഏത് നോട്ട് വേണ്ട എന്ന് പറഞ്ഞു ആ നോട്ട് കയ്യിലെടുത്ത് രണ്ടിലും വെച്ച് എവിടെയും വെച്ച് ഇങ്ങനെ വെച്ച് ഉമ്മ കൊടുക്കുന്നത് മാത്രമേ ബാക്കിയെല്ലാം ചെയ്ത് പത്രത്തിലും ആ നോട്ടിൽ തന്നെ സൂക്ഷിച്ചത് നമ്പറാണ്. അപ്പോൾ ഭഗവാനോട് കൈപ്പറ്റിയിട്ടില്ല, ഭഗവാൻ പണവത്തിനാകുന്ന ഭവൻ കൈപ്പറ്റില്ല. നോട്ട് കൈപ്പറ്റുന്നതും ഇത് കൊണ്ട് ഈ നോട്ട് സഞ്ചരിക്കുന്ന മുഴുവൻ ഭഗവാനല്ലാത്തവരുടെ കയ്യിലൂടെ ജീവിക്കുന്നുണ്ട്. മത്സ്യക്കാരുടെ മത്സ്യവിൽപ്പനക്കാരുടെ കയ്യിൽ ജീവിക്കുന്നുണ്ട്. അതിലൊരു ഒരു ഇസ്ലാം മത വിശ്വാസി അദ്ദേഹം ഇങ്ങോട്ടുമായിട്ട് മത്സ്യക്കാരെ കുറിച്ച് മത്സ്യമാകുന്നു. അപ്പോൾ ജീവിതത്തിൽ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്ന നോട്ട് സ്വീകരിക്കാത്ത ഒരേ ഒരാളേ ഉള്ളൂ, അത് ഭഗവാൻ മാത്രമാണ്. ഭഗവാന് പണം വേണ്ട എന്നൊരു സന്ദേശമുണ്ട്. മറ്റൊന്ന്, അമ്പലത്തിലേക്ക് കുടുംബത്തിലുള്ള അമ്മയും സഹോദരനും പോകുമ്പോൾ ഒരു പെൺകുട്ടി നിസ്സഹായിയായിട്ടിരിക്കും. അവിടെ കയ്യിൽ കിട്ടുന്നത് ആർത്തവ സമയത്ത് ധരിക്കാനുള്ള ഒരു പാക്കറ്റ്. എത്ര മനോഹരമായിട്ടാണ് ശബരിമല പ്രശ്നത്തിനെ ഒരു പാക്കറ്റ്. ആ പാക്കറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് കവർ, അരുതെന്ന് പറയുന്ന പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്ന് ആ കുട്ടിക്ക് കൊടുക്കുമ്പോൾ അരുത് എന്ന് പറയുന്ന വാക്ക് ഈ ധരിക്കാനുള്ള പിന്നെ ആ വസ്ത്രത്തിൽ അല്ലെങ്കിൽ ആ പാടിനകത്ത് ചേർത്ത് വെച്ചാൽ അത് ധരിച്ചുകൊണ്ട് നീ വീട്ടിൽ തന്നെ ഇരിക്കുമെന്ന് അമ്പലത്തിൽ പ്രവേശനമുള്ള എന്നൊരായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് സമയം എടുക്കും. എനിക്ക് അരമുക്കാൽ മണിക്കൂർ സമയം ഈ സിനിമയെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ ഈ സിനിമ എന്നെ എത്രമാത്രം സ്വാധീനിച്ചു, അഭിനയിച്ചതെല്ലാം എനിക്ക് പരിചിതരാണ്. ആരും തന്നെ അഭിനയിക്കാൻ ജീവിക്കുകയും ഞാൻ കൊച്ചുകുട്ടി കൃഷ്ണമായിട്ട് അഭിനയിക്കുന്ന കൊച്ചുകുട്ടി നമ്മളെല്ലാവരും കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിലെത്തുമ്പോൾ ഒരു അപ്പൂപ്പൻ്റെ കയ്യിൽ കൊച്ചുകുട്ടി എന്ന് വിളിച്ച് എൻ്റെ പേരക്കാളെന്ന് വിളിച്ചിരിക്കുന്ന സ്നേഹം ഭഗവാനാണ്. ദൈവം ഞാൻ അമ്പലത്തിൽ തോന്നുന്നതാണ് ഒരു വിശ്വാസം. പക്ഷേ ഭഗവാൻ സങ്കല്പമില്ല, ധർമ്മം സങ്കല്പമില്ല. അധർമ്മം എവിടെയുണ്ട്, ധർമ്മം അവിടെയെല്ലാം നമ്മുടെ കയ്യിൽ പഠിച്ച് നമ്മുടെ കയ്യിലൂടെ ആ ഒരു അനുഭൂതിയെ നമ്മുടെ മനസ്സിലെത്തുകയും നമ്മുടെ മനസ്സിൽ നവീകരിക്കണം. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഓരോ പ്രാവശ്യം ഇതിനിടയ്ക്ക് ഇതേപോലെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പുതിയ എഴുതുകയാണ്, മണ്ണിനെ തുറക്കരുത്, മണ്ണിനെ തുറന്നാൽ അമ്മയെ തുറക്കുന്നത് തുല്യമാണ്. എന്നിട്ട് ഇടിച്ചോളാന്നാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്നിട്ട് വേറെ പൈസ കൊടുക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കാം, ഞാൻ പറയേണ്ട കാര്യമില്ല. ചെയ്യുന്ന മൊത്തം കുഴപ്പമാണ്. പക്ഷെ അദ്ദേഹം ജോലി എന്താണ്? മാധ്യമ ദിനപത്രത്തിൽ ഉൾപ്പെടെ എഴുതി വെച്ചിരിക്കുന്നതായിരിക്കണം. നാളെ പ്രതിനിധികൾ ലേഖനം അതുമായിട്ട് നമ്മളെപ്പോലെല്ലാം കീഴേ പറയും. ഇങ്ങനെ കീഴേ പറയുന്നതിനെതിരെയുള്ള ഒരു ചൂടുതരം കൂടിയാണ് ഈ സിനിമ. ഞാൻ കൂടുതൽ കിട്ടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട നന്നായിട്ട് സിനിമ ചെയ്തു. അല്ല മറ്റവരെ അതുമായിട്ട് എനിക്ക് യാതൊരു എല്ലാവരും കുറേ സമയം തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരു അവസരത്തിൽ സിനിമയെ ചർച്ച ചെയ്യുക. നോക്ക് നമ്മൾ തന്നെയാണ്. നോക്ക് എല്ലാവരും ആശംസകൾ ചെയ്യുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ കയ്യിൽ കെട്ടിപ്പോയി ഇതൊന്നും കേൾക്കില്ല. മോളത് കേട്ടിട്ടില്ല. ഏറ്റവും നല്ല ഞാൻ ഇന്നലെ 36 ഷോർട്ട് ഫിലിം കൊട്ടാരക്കര മിനവാക്കിയിൽ ഒരു മച്ചാൻ എന്നാണ് പശ്ചാത്തലം. അത് 45 സിനിമ 36 തന്നെയാണ്.
സിനിമ എല്ലാ സിനിമകളും നല്ലതല്ല, പക്ഷെ ഷോർട്ട് ഫിലിമുകളെല്ലാം നല്ലതാണ്. അതൊക്കെ പറയുന്നത് ദൃശ്യം എന്ന് പറയുന്ന സിനിമ നമ്മളൊക്കെ കണ്ടതാണ്. നല്ല സിനിമ, കൈയടിച്ചു, ആൾ കൂടി, ധാരാളം പണം കൊടുത്തു, നല്ല സിനിമയാണ്. സാങ്കേതിക വിദ്യ, പക്ഷേ അതിന്റെ സന്ദേശം കുറ്റവാളിയായ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുമാത്രം സ്വീകരിക്കുമെന്നും അത് പുതിയ തലമുറയ്ക്ക് സമൂഹത്തിൽ നിങ്ങൾ കുറ്റം ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ മാത്രം പഠിപ്പിക്കുകയാണ്. ഇത് ധർമ്മ ചെയ്യുന്നത്, നമ്മെപ്പോലുള്ള ഷോർട്ട് ഫിലിംകാർ ചെയ്യുന്നത്, പ്രൊസീജർക്കാർ ചെയ്യുന്നത് സമൂഹത്തിലെ തിന്മകളെ എടുത്ത് നമ്മുടെ മുന്നിൽ വെച്ച് ഇത് തിന്മയാണ്, അരുത് എന്ന് പറയുന്ന ഒരു പ്രതിഷേധമായ സ്വീകരിക്കുന്നത്. ആരും സൗഹൃദമായിട്ട് അരുതെന്ന് പറയുന്നു. ഇവിടെ അരുതെന്നാണ് പറയുന്നത്. ഇങ്ങനെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, സാമ്പത്തിക ഉച്ചമത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരാളുടെ നിറത്തിന്റെ പേരിൽ അയാളെ ദൂരെ നിർത്തരുത് എന്നാണ് പറയുന്നത്. നമ്മളുടെ ഈ അരുതുകൾക്ക് എപ്പോഴും ഞാൻ ഒപ്പം ഉണ്ടാവുമെന്ന് പറയുന്നു. എല്ലാവിധ സന്തോഷവും നന്ദി. സിനിമ ആ ഒരു രീതിയിൽ വ്യക്തമായ നല്ല ഒരു വീക്ഷണം എനിക്ക് കിട്ടിയില്ല. ഞാനിപ്പോൾ പുറകിൽ എനിക്ക് മുമ്പിൽ വലിയ കുറേ തലകളൊക്കെ ആയിട്ട് ഞാൻ ഞാനും കരിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ആയിരുന്നു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു വിശകലനത്തിന് എന്നെ വിളിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. തുളസിയേട്ടൻ അടുപ്പം കൊണ്ടുള്ള സ്വാതന്ത്ര്യം ഇത്തിരി ദുരുപയോഗം ചെയ്താണെന്ന് തോന്നുന്നു. കാരണം ഇത്രയും പ്രൗഢമായ ഒരു സദസ്സിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവരുമായി സംവദിക്കുമ്പോൾ കൃത്യമായ ഒരു ആശയവിനിമയം ഉണ്ടാകണമല്ലോ. അതുണ്ടാകണമെങ്കിൽ ഞാനത് അത്രയും നന്നായി അത് കണ്ടിരിക്കണമല്ലോ. അങ്ങനെ ഒരു ചെറിയ കുറ്റബോധം ഉണ്ട് എനിക്ക്. കണ്ടതിൽ നിന്ന്, കിട്ടിയതിൽ നിന്ന് ചിലത് പറയാൻ മാത്രമേ ഇപ്പോഴെനിക്ക് കഴിയൂ. അതിനെ ഇത്രമാത്രം ആധികാരികമായി നിങ്ങൾ എടുത്തുകൊണ്ട് എനിക്കറിയില്ല. പ്രിയമുള്ളവർ, എല്ലാവരും രണ്ടാമത്തെ കുണ്ട്രയുടെ രണ്ടാമത്തെ സിനിമ, കുണ്ട്രയുടെ സിനിമ, കുണ്ട്രക്കാര് സിനിമക്കാരായി മാറി. ഒരു പ്രദേശം സിനിമ എടുക്കുന്നു എന്ന തരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അനിലെ പറഞ്ഞപോലെ, ജോൺ അബ്രഹാം പറ്റി പറഞ്ഞതുപോലെ തന്നെ അതൊരു ആ ഒരു അർത്ഥത്തിൽ നല്ലൊരു സൂചന കൂടിയാണ്. ഒരു പ്രദേശം സിനിമയിലേക്ക് അടുക്കുന്നു. സിനിമ ഈ പുതിയ കാലത്തിൻ്റെ ഏറ്റവും ശക്തമായ വ്യവഹാരവുമാണ്. സന്തോഷം തീർച്ചയായിട്ടും അക്കാര്യത്തിൽ. ഇത് തുടങ്ങുന്ന കാര്യമാണ് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ അറിയുന്നത് പാക്കറ്റ് ചെയ്യുകയാണ്, ഫിനിഷ് ചെയ്യുകയാണ്, ലാസ്റ്റ് ഒരു സീനിന് വേണ്ടി അത് ഹോട്ടൽ സീൻ മാത്രമായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് വന്നാലത് കാണാൻ പറ്റുമോ? അപ്പം തീർന്നു, ഉച്ചയോടെ പാക്ക് ചെയ്ത് കഴിയുന്നു. രണ്ടാമത് സിനിമ എടുക്കുന്നത് വെല്ലുവിളിയാണ്. നമ്മളിപ്പോൾ പറയും ആദ്യത്തെ സിനിമയാണ് ചലഞ്ചർ. അല്ല, ഞാൻ തീർച്ചയായിട്ടും പറയുന്നു ഈ രണ്ടാമത്തെ സിനിമ, ഇനി എടുക്കുന്ന മൂന്നാമത്തെ സിനിമയായിരിക്കും ഏറ്റവും വലിയ സിനിമ. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചോ ഒരു കലാകാരനെ സംബന്ധിച്ചോ പ്രതിബദ്ധത കൂടുകയാണ്, ഉത്തരവാദിത്തം കൂടുകയാണ്, ശ്രദ്ധ കൂടേണ്ടിയിരിക്കും. കാരണം തീർച്ചയായിട്ടും ആദ്യ സിനിമ വെച്ചുകൊണ്ടേ സംസാരിക്കും. ചവിട്ടുപടി അതാണ്. അവിടെ നിന്നാണ് വിലയിരുത്തലുകൾ വരാൻ പോകുന്നത്. 14 മിനിറ്റ് 24 മിനിറ്റ് എന്തിനായിരുന്നു? ചോദ്യം മനുഷ്യന്റെ സമയത്തിന് വരെയുള്ളതാണ്. 24 മിനിറ്റ് പിടിച്ചേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോഴാണ് നമ്മൾ ആ സീനുകളിലൂടെ പോകുന്നത്. മുഖം, ഞാൻ ഇത്രയും നേരം നോക്കിയിരുന്നത് മുഖം തന്നെയാണ്. ഈ സിനിമയുടെ തുടക്കം കൊടുക്കും അവസാനിക്കുന്ന സീനുകൾ ഭക്തിയും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങളുടെ പ്രതിഷേധം അത് മാത്രമാണ് ഈ സിനിമയോട് ആകെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഞങ്ങളിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് യൂട്യൂബ് ഉള്ള കാലത്തോളം, സിനിമ ഉള്ള കാലത്തോളം അടയാളപ്പെടുത്തലാണ്. ഞാനും അച്ഛനും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും. ഞങ്ങൾക്ക് ജാതി ചിന്തകളൊന്നും ഇല്ലാതെ SSLC സർട്ടിഫിക്കറ്റ് എല്ലാം എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നവരാണ്. പക്ഷേ ഞാൻ ഒരു മതത്തിനോ ജാതിക്കോ ഒന്നും എഴുതി പറയുന്നില്ല. കാരണം ഒരുപാട് പേർക്കും ദൈവം എന്ന് പറയുന്ന ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ അമ്മൂമ്മ എപ്പോഴും പറയാൻ ഒരു ശുഭഭക്തിയാണ്.
ദൈവം എന്നെ കാത്തുരക്ഷിക്കും. നല്ല കാര്യമാണ്, അതിനെ എനിക്ക് കുറ്റം പറയാൻ നോക്കിയിട്ട് ഇതുവരെ. നമ്മളൊരു യുക്തിവാദി എന്ന് പറയുമ്പോൾ നമുക്ക് യുക്തി വേണം, എങ്കിലും അതിനപ്പുറം മറ്റുള്ളവരുടെ ഒരു ഇമോഷനെ കൂടി നമ്മൾ നോക്കണം. നമ്മൾ ഇച്ചിരി ഏജിലായിട്ടുള്ളവരുടെ നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മുടെ ആത്മവിശ്വാസത്തിന് പകരം അവർ വിളിക്കുന്ന പേരാണ് ദൈവം, അതിനെ അംഗീകരിക്കുന്നു. പക്ഷെ ദൈവത്തിൻ്റെ പേരുള്ള കച്ചവടം അത് സഹിക്കാൻ പറ്റില്ല. അയ്യങ്കാട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കല്ലായ ദൈവത്തിന് എന്തിനാണ് നിങ്ങൾ ബാലവിഷയം നടത്തുന്നത്, നിങ്ങൾ വിശക്കുന്ന മനുഷ്യൻ നിങ്ങൾ ഭക്ഷണം കൊടുക്കും. അത് തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ പറയുന്ന ചില ആൾക്കാർക്കെങ്കിലും പറയുന്ന കുഞ്ഞു സാധനങ്ങൾ കൂട്ടി വെച്ചിട്ട് ദൈവത്തിന് കൊടുക്കുന്ന സന്തോഷമാണ്. അവരുടെ സന്തോഷത്തിൽ നമ്മൾ നമുക്കില്ല. പക്ഷെ എന്തിനാണ് ദൈവത്തിൻ്റെ കാശ്? ഇതാരും ചിന്തിക്കുന്നില്ല. ആ ഒരു ചിന്ത വന്നപ്പോഴാണ്, അല്ലാതെ ആ വിഷയം ഒന്നും വന്നതല്ല. ഇത് പണ്ട് തൊട്ടേ അച്ഛൻ്റെ മകളായി പോയതുകൊണ്ട് വന്നത് തെറ്റാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് അറിയാണ്ട് പ്രതിഷേധിച്ചു പോകും. സാധാരണ ഒരു പെൺകുട്ടി വളർന്നു വരുന്ന രീതികളൊന്നുമല്ല ഇവരാരെയൊക്കെ വളർത്തിയത്. അതിൻ്റെ ഒരു നല്ല കുഴപ്പം ഇതിനകത്തെല്ലാം ഉണ്ടാവും. ഇനി വരുന്ന സിനിമകളും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ +2 പഠിക്കുന്ന സമയത്ത്, +2 നമ്മൾ ലാസ്റ്റ് എക്സാമിൻ്റെ സമയത്തൊക്കെ ഒരു കൗൺസിലിംഗ് ക്ലാസ് പോലെ സാറിനൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറിയിടുന്നത്, ചന്ദനക്കുറി. അതൊരു വിശ്വാസത്തിൻ്റെ പേരല്ല ഞാൻ ഇടും. അത് എന്നെ അത്യാവശ്യം അടുത്തറിയാവുന്നവർക്ക് അറിയാമായിരിക്കും ഞാൻ ഇടും. പക്ഷെ മകനൊക്കെ പോലും അതിനെ വഴക്ക് പറയും, നമ്മൾ യുക്തിവാദികളാണ്, കുറി ഇടാൻ പാടില്ല. നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? ഹിന്ദുക്കളാണ് കുറി ഇടുന്നതെന്ന് ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ പറയാം, ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും. ഇന്ന് സാറിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സാർ തുടക്കത്തിൽ തന്നെ ആത്മവിശ്വാസം കിട്ടാനാണല്ലോ +2 ക്ലാസ് എടുക്കുന്നത്. സാറിന് എന്നെ ചോദിച്ചു, നിങ്ങൾ എല്ലാവരും വിശ്വാസികളാണല്ലോ. അപ്പോഴേ ഞാൻ കൈ ഞാനല്ല. സാർക്ക് നോക്കി കൂട്ടത്തിൽ വരണം മാത്രമേ കൈ കഴിക്കും. അപ്പോഴേ എഴുതിച്ചു അന്ന് ഞാൻ കൂടിയിട്ടുണ്ട്. സാറിനോട് ചോദിച്ചു, പിന്നെ എന്തിനാ കൂടിയിട്ടേക്കുന്നത്? അപ്പം സാറിന് ഞാൻ കൂടിയിട്ടിട്ട് എന്തായാലും തോന്നി, അത് ഹിന്ദുക്കളല്ലേ കൂടിയിട്ടുണ്ട്. നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ട്? നമ്മൾ മഹാഭാരതത്തിലോ ഭാഗവത്തിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഹിന്ദുക്കളാണ് കുറിയിടുന്നത്? ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഈ കുറിയുടെ കൂടെ ഒരു തട്ടവും ഇട്ട് ഒരു കുരിശുമാല കിട്ടുന്ന സാർ എന്നെ എന്ത് വിളിക്കും? സാധാരണ ഇതിലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് എൻ്റെ ചോദ്യം. നമ്മൾ എവിടെയാണ് ജാതി മതം നിറം എല്ലാം ശ്രമിക്കുന്നത്? നിങ്ങളൊരു ആശുപത്രിയിൽ പോകുമ്പോൾ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ ഏത് ജാതിയിൽ ഏത് മതത്തിൽപ്പെട്ടതാണെന്ന് നോക്കിയിട്ടാണോ നിങ്ങൾ ചികിത്സ തരുന്നത്? ഒരു വക്കീലിനെ കാണാൻ പോകുമ്പോൾ ഇന്ന മതസ്ഥനായിട്ടൊരു വക്കീൽ എൻ്റെ കേസ് വാദിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം ചെയ്താൽ മതി. ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കുക, നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കൂ. ആരാണ് എന്നെ ഫുഡ് പാകം ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കാറില്ല. പിന്നെ എവിടെയാണ് ഈ ജാതി മതവും നിറങ്ങളും എല്ലാം വരുന്നത്? അതിൽ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ്. എന്തുകൊണ്ട്? അത് നമ്മളൊരു കാരണമാണ്. നമ്മളാണ് അവിടെ ചെല്ലി കൊടുക്കുന്നത്. ഈ ഇപ്പോൾ പറയപ്പെടുന്ന അഗസ്ത്യ വർഗം എന്ന് പറയുന്നത്, സമൂഹം പറയപ്പെടുന്നത്, അവരുണ്ടാകുന്ന എങ്ങനെയാണ്? അവർ തന്നെയാണ് അവരെ ഉണ്ടാക്കുന്നത്. ഡോക്ടർ പലപ്പോഴും ഡോക്ടർ പഠിക്കാൻ ഇതിന് പോയി എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കഴിയും. അതേപോലെ നമ്മൾ ഓരോരുത്തർക്കും കഴിയുന്നില്ലെന്ന് മാറിപ്പോഴും നമ്മൾ ചോദിക്കും, ഇനിയിപ്പോൾ സമൂഹത്തിൽ നിൽക്കുന്ന കാലത്തോളം ഉണ്ടാവുമെന്ന്. പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് 99% പേരും ഒരു കാലാഗ്രഹത്തിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളൊരു ജയിലിൽ പ്രസവിച്ചു, അത് നിങ്ങൾ വളരും. ആ ജയിലിൻ്റെ പേരാണ് ഈ ജാതി മതം. നമ്മൾ പ്രകൃതിയിൽ നോക്കിയാൽ 2 ജാതികളേ ഉള്ളൂ, പുരുഷനും സ്ത്രീയും. അത് തന്നെയല്ലേ മനുഷ്യരുള്ളത്. ഇതിനും അപ്പുറം ഏത് ജാതി ഏത് മതമാണ് നമ്മളിലുള്ളത്? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കൂടി വരുന്നു. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഈ വിഷയം relevant. പക്ഷെ എങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ഇതാണ് തോന്നുന്നത്. കാര്യം കുഞ്ഞുങ്ങളിൽ പോലും അറിയാതെ ഇത് വരുന്നത്. നമ്മളൊക്കെ കാണുന്ന കുഞ്ഞുങ്ങൾ അവർ ജാതി മതം തിരിച്ചൊക്കെ ഫ്രണ്ട്ഷിപ്പിനാണ് വരുന്നത്. അതൊരു വിഷമമാണ്. കണ്ടാലില്ലാതെ ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞാനൊരു വിഷയം എടുക്കണമെന്ന് തോന്നിയത്. അതിൽ ബന്ധനസ്ഥനായ എൻ്റെ കൃഷ്ണനെ ഞാൻ അങ്ങനെ തന്നെയാണ് ആലോചിച്ചത്. എല്ലാ ദൈവങ്ങളുടെയും ഒരു പ്രതീകമാണ്. നിങ്ങൾ പറയുന്ന ദൈവം ഉണ്ടെങ്കിൽ ഈ സ്ഥലത്തെല്ലാം അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തെ നിങ്ങൾ തളച്ചു വരികയാണ്. ഈ ഒരു അമ്പലത്തിൻ്റെയോ പള്ളിയോ എന്തിൻ്റെയും പേരിൽ ഒരു വലിയ ആഘാടം നടക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് ഒരുപാട് വീടുകളിൽ അന്ന് കഞ്ഞി വെച്ചിട്ടില്ല നോക്കുന്നു. ആ പൈസ ഉറപ്പ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തോട് കുറച്ചുകൂടി ഇഷ്ടം തോന്നും. നിങ്ങൾ പറഞ്ഞ ആ ദൈവത്തിൻ്റെ ആ ഒരു പ്രതീകം നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഇതിപ്പോൾ അങ്ങനെ നടക്കുന്നില്ല. അത് നടക്കാതിരിക്കുന്നത് നമ്മൾ കുറച്ച് പേരാണ്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ജാതി പേരുകളിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് 2 തലമുറയ്ക്ക് മുമ്പുള്ളവരെ നമുക്ക് അറിയത്തില്ല. നമ്മുടെ അച്ഛൻ ആരാണ്, അപ്പൂപ്പൻ ആരാണെന്ന് അറിയാം. അപ്പൂപ്പൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് ഏത് വർഗത്തിലോ ഏത് ജാതിയിലോ പെട്ടതാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് നായരാണ്, പിള്ളയാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റേ ആളാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്? നമുക്ക് അവരിൽ നിന്ന് കാണുന്ന മറ്റൊരു കാര്യം നമുക്ക് പറയാം. ഒരു എഴുത്തുകാരാണ്, അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞനാണ്, ആ സംഗീതം എന്നിലേക്ക് പറഞ്ഞു കിട്ടി, ഇത് നമുക്ക് പറയാം, നമുക്ക് അഭിമാനിച്ചുകൊണ്ട് നടക്കാം. പക്ഷെ മറ്റൊരു അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്നവരോടാണ് ഈ ചോദ്യങ്ങളെല്ലാം ഉള്ളത്. നിങ്ങൾ അങ്ങനെ
അഭിമാനിക്കുമ്പോൾ അത് ഓർത്ത് വിഷമിക്കുന്ന ഒരു വർഗം താഴെ ഉണ്ടാകും. അതാണ് കുഴപ്പം. നിങ്ങളുടെ ജാതിക്കേരികളോ നിങ്ങൾ ചുമന്നോട് നടക്കുന്ന ഈ വർണ്ണാഭമായ സാധനങ്ങളോ മറ്റൊരു കുഴപ്പമില്ല. പക്ഷെ അതോർത്ത് വേദനിക്കുന്ന ഒരു വർഗം താഴെ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് മനുഷ്യനോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ഒരിക്കലും പ്രകൃതിയിൽ പറയുന്ന പോലെ ഹിന്ദു സിംഹം മുസ്ലിം സിംഹം എന്ന് പറഞ്ഞുള്ള സാധനങ്ങളൊന്നുമില്ല. അവിടെ സിംഹം പെണ്ണാണ്, ഈ രണ്ട് സാധനമേ ഉള്ളൂ. ഇത് തന്നെ മനുഷ്യനേ ഉള്ളൂ. നാം ആദിമ മനുഷ്യരെടുക്കുമ്പോൾ ഹിന്ദു മനുഷ്യൻ ഇങ്ങനെ ആദിമ മനുഷ്യരുണ്ടായി, ക്രിസ്ത്യൻ ആദിമ മനുഷ്യൻ ഇങ്ങനെ ഉണ്ടായെന്നൊന്നും പറയുന്നില്ല. അവിടെ ഒരൊറ്റ പേരേ ഉള്ളൂ, ആദിമ മനുഷ്യർ. ഈ മനുഷ്യർ എവിടെയാണ്, എവിടെ വന്നിട്ടാണ് നമുക്ക് ഈ ഡീവിയേഷൻസ് ഉണ്ടായത്? ഇതാണ് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പം കുറച്ചുകൂടി അച്ഛൻ പറഞ്ഞ ഒരു സ്ത്രീയോടുള്ളതുകൊണ്ട് നിങ്ങളോട് എല്ലാവരും ചോദിക്കാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അച്ഛൻ പറഞ്ഞ ടീം എന്ന് ഞങ്ങൾ പറയുന്നത് ഞാൻ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. അതിനകത്ത് വലിയൊരു കുഴപ്പമുണ്ട്. പിന്നെ ഇപ്പം ഈ സിനിമയുടെ കാര്യം പറയാൻ ഈ സിനിമയ്ക്കകത്ത് മാത്രം ആൾക്കാരെ കഥാപാത്രങ്ങളെ തിരക്കി കഴിയുമ്പോൾ ഒരു കഥാപാത്രത്തെ കിട്ടാൻ വളരെ വലിയ വിഷമമായിരുന്നു. കാര്യം സാറ് ചോദിച്ച പോലെ പിന്നെ ഇത്രയും സാധനങ്ങൾ ഇത്രയും ആൾക്കാർ എന്തുകൊണ്ട് വന്നു, ആ ഒരു നോട്ട് സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോകണമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ പോയാൽ മാത്രമേ നമ്മൾ എത്രത്തോളം അയിത്തം കൽപ്പിക്കപ്പെടുന്നു സമൂഹത്തിൽ, ആ അയിത്തത്തിനുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ നോട്ട് കൈമാറിയാൽ മാത്രമേ അവസാനം ചെല്ലുമ്പോൾ പൂജാരി അതിന് കണ്ണു വെക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അത്രയും സ്ഥലങ്ങളിൽ നമ്മൾ ആ നോട്ടിനെ കൊണ്ടുപോയി. ജാതി ചിന്തകളില്ലാതെ എല്ലാവർക്കും മീൻകാരിയായാലും ഒരു വേശ്യസ്ത്രീയായാലും അങ്ങനെ എല്ലാവർക്കും അത് കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഒരു സ്വാർത്ഥത എന്ന നിലയിലാണ് ഈ നടക്കുന്ന കളത്തരങ്ങളൊക്കെ തുറന്നു കാണാനായിട്ട് എഴുത്തുകാരൻ എഴുതുന്ന സാധനമല്ല ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മധ്യവർഗന സമരക്കാരൻ പറയുന്നതല്ല രാത്രി കാണിക്കുന്നത്. ഇതെല്ലാം മറ്റൊരു എൻ്റെ ഒരു ഇതും കൂടി വെച്ചിട്ട് വന്ന സാധനങ്ങളാണ്. അതിനകത്ത് എല്ലാവരും കടന്നു പോകുന്നത് ഇതുകൂടിയൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ തന്നെ സ്ത്രീകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പെരുമഴമാമ പറഞ്ഞ പോലെ നമ്മൾ ആർത്തവം ഒരു വലിയ ഇഷ്യൂ ആണെങ്കിൽ പോലും പറയാതിരിക്കാൻ കഴിയില്ല. ഇതൊക്കെ എവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണെന്ന് നമുക്കറിയാം. നമ്മൾ ആരും കണ്ടിട്ടില്ല. ഈ കാണാത്ത കേൾക്കാത്ത കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പം പ്രതികരിക്കുന്ന കാര്യങ്ങളുള്ളത്. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ടെങ്കിൽ ചില കാര്യങ്ങളെ നമുക്ക് പ്രതികരിക്കാൻ കഴിയുള്ളൂ. ഇത് എൻ്റെ പ്രതികരണമാണ്, എൻ്റെ പ്രതിഷേധമാണ്. ഞങ്ങളിതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടെടുത്ത കഥാപാത്രം എന്ന് പറഞ്ഞാൽ വേശ്യാസ്ത്രീയാണ്. അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ആ ഒരു ആളുടെ കൈമാറ്റം ചെയ്ത തെറ്റായി ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ആ സിനിമ പറ്റിയത് എനിക്ക് തോന്നി. ഒരുപാട് സമയങ്ങളിൽ നമുക്ക് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. കാര്യം ആരും വരുന്നില്ല, വില്ലിയല്ല. ഇങ്ങനൊരു പേര് പറയുമ്പോൾ പറയും നമുക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചാൽ പുരുഷന്മാർ ഭർത്താക്കന്മാർ പറയാൻ അങ്ങനെയുള്ള പരിപാടിക്ക് പോകണ്ട. ഞാൻ ആലോചിക്കും, അച്ഛനോട് ചോദിച്ചു, സ്ഥിരം തിരിച്ചാണെങ്കിൽ ഇവരൊന്ന് ഭാര്യയിട്ട് ചോദിക്കുമോ, ഞാൻ ഇങ്ങനെ റോൾ ചെയ്യുന്നുണ്ട്, എനിക്കിന്ന് ചെയ്യണം, നീ സമ്മതിക്കുമോ? ഇത് നമ്മൾ ആരും ചോദിക്കുന്നില്ല. നമ്മൾ ഈ കാര്യം പറയുന്നതിന് ഇപ്പോഴും സ്ത്രീകൾ ശരിക്കും അങ്ങനെ കിടക്കാണ്. അവരിങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ ഒരാളെ തന്നെ വീട്ടിൽ പോയി കണ്ടു എല്ലാം ഒക്കെ ആക്കി ശരിയെന്ന് പറഞ്ഞു അടുത്ത ദിവസം രാവിലെ വിളിച്ചെന്ന് പറയാൻ കണ്ടാൽ പറ്റത്തില്ല. ഞങ്ങൾ വിഷമിച്ചു പോയി. 2-3 പ്രാവശ്യം ആളെ വെച്ച് ഈ റോഡ് വേണ്ടാന്ന് വെക്കാം. പക്ഷെ അപ്പോഴും വിഷമമാണ്. ഈ റോഡില്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ഡെപ്തി കിട്ടത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ അവസാനം പുഷ്പത്തേച്ചിട്ട് വന്നത്. ചേച്ചി അപ്പം മനസ്സും ഒരുപാട് സന്തോഷത്തോടെ അതിന് സമ്മതിച്ചു. ഏറ്റവും അതിനകത്ത് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു സ്ത്രീയുടെ പുരുഷന്റെ സ്ത്രീയുടെ പറയുന്ന പോലെ ഏറ്റവും ഇത് പറയുന്നത് അദ്ദേഹത്തിനോട് തന്നെയാണ്. കാര്യം അദ്ദേഹം പഠിപ്പിക്കുമ്പോഴാണ് ഞാൻ ആ കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ പറയുന്നത്. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ അത് ചെയ്തു തരാൻ തോന്നുന്നു. ഒരുപാട് സന്തോഷം ചേച്ചി. അതേപോലെ ആയിരുന്നു ഞങ്ങൾ വക്കീൽ കുറേ വിളിച്ച് വക്കീൽ വേഷം ഞാൻ അതേപോലെ ആയിരുന്നു. ഞങ്ങൾ പോയി കണ്ടു. ഞാൻ ഇതേപോലെ ചേച്ചി പോയി അതേ പ്രശ്നം വക്കീലിനുണ്ട്. കാര്യം അങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലുള്ള ആണുങ്ങളെ ആ കൺവെൻഷൻ സമൂഹത്തിന് കാണാം. അതുകൊണ്ട് ഞങ്ങൾ പോയി സംസാരിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. എനിക്ക് പരിധിയില്ലാത്തതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു ഒരു ദിവസം കൂടി പോയി ഒന്ന് അന്വേഷിച്ച് കാണണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അടുത്ത ദിവസം പോയി ഇതേപോലത്തെ ഒരു വാഴത്തോട്ട് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ സീക്വൻസ് ഒന്ന് കാണിച്ചു കൊടുത്തു, ചെയ്യാൻ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, മാറ്റത്തിന് പറഞ്ഞു, എനിക്ക് വലിയ പരിധിയില്ല ആളെ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചത് നേരത്തെ വല്ല മുൻപരിധി അത്രയ്ക്ക് ക്ലാരിറ്റിയിലാണ് ആ സാധനം കിട്ടിയത്. അതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിനകത്തെ ആ മതിൽ ചാടിയൊക്കെ ഇറങ്ങുന്ന സീൻ ആ സമയത്ത് അദ്ദേഹം തന്നെ കൈ നിൽക്കുന്നതാണ്. എന്താ എഴുതിയാന്നുള്ളതല്ലത്. അവിടെ ചെന്നപ്പോൾ മോരേന്ദ്രമാമന്റെ വീടിന്റെ സൈഡിലൊരു മതിലുണ്ട്, അപ്പൊ അങ്ങനെ ചാടാം. അദ്ദേഹം തന്നെയാണ് ആ റോഡിൽ ഇത്രയും മനോഹരമാക്കി തീർത്തത്. അതേപോലെ നമ്മുടെ സാറിനെ ഇതേപോലെ ഞങ്ങൾ ശശിമാമനെ വിളിച്ചു കിട്ടിയില്ല. അങ്ങനെയാണ് ആദർശ് ആ റോഡ് പോകുന്നത് തന്നെ. സാർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ആ റോഡ് വന്ന് ചെയ്തത്. കാര്യം അത് ഉച്ചയ്ക്ക് സാറ് വരുന്നു, അതിന് ശേഷം കൊട്ടാരക്കര എവിടെയോ പിന്നെ ഈ മേക്കപ്പൊക്കെ കുറച്ച് കളഞ്ഞിട്ട് പിന്നെ അതൊക്കെ സ്ഥലത്തോട്ട് പോയി. പിന്നെ ഒരുപാട് പ്രാവശ്യത്തിലൂടെ ഞങ്ങൾ ഫസ്റ്റ് സെറ്റിൽ നിന്ന് വ്യത്യാസം അടിച്ചൊരു ബുദ്ധിമുട്ടായിട്ടാണ് സത്യത്തിലെ റോഡുകളെല്ലാം. ഞങ്ങളുടെ കുണ്ടയുടെ കാല് വഴിയാത്ത കുണ്ടയാണ് നമുക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് ചെയ്തു പറയാൻ
അപ്പോൾ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ തന്നെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ വഹിക്കുന്ന അതേ കരാറുകൾക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളെ അടയ്ക്കാതിരിക്കുക, അവരെ എങ്കിലും നിങ്ങൾ മോചിതരാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിലേക്ക് ഒരാളെങ്കിലും നടന്നു കയറിയാൽ നിങ്ങൾക്ക് അത്രയും സന്തോഷം. നന്ദി. ഒരുപക്ഷെ കഴിഞ്ഞ സിനിമയിൽ ആര് എന്ന് പറയുന്ന സിനിമയിൽ ഇതുപോലെ തന്നെ ഗ്രന്ഥരചനയുമായിട്ട് ബന്ധപ്പെട്ടതല്ലാണ്. അതുപോലെയാണ് ഇപ്പോഴത്തെ കഥാപാത്രങ്ങൾ അധികവും ഞങ്ങളുടെ ഗ്രന്ഥരചനയിലെ പ്രവർത്തകരാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ കുണ്ട്രയ്ക്ക് വേണ്ടി കുണ്ട്രയിലെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായിട്ട് സമൂഹത്തിന് വേണ്ടി നല്ല ലക്ഷ്യങ്ങൾ സമൂഹത്തിന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എടുത്ത ഈ രണ്ട് സിനിമകളും ഞങ്ങൾ ഹൃദയം തുറന്ന് തന്നെ സ്വീകരിക്കും. തീർച്ചയായിട്ടും ഈ അടുത്ത സിനിമകളുമൊക്കെ ഇതുപോലെ തന്നെ സമൂഹത്തിന് സന്ദേശം കൊടുക്കുന്ന, ഒരു പക്ഷേ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും സിനിമകൾ അത്തരത്തിൽ അല്ലാതായിത്തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ സന്ദേശം കൊടുക്കാൻ കഴിയുന്ന സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി എടുക്കുന്ന സിനിമകൾക്ക് വേണ്ടി നമ്മളെല്ലാം കുണ്ട്രക്കാർ പ്രിയപ്പെട്ട തുളസിയോടും അതുപോലെ ശക്തിയോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഇത്തരത്തിൽ പറയുകയാണ്. തീർച്ചയായിട്ടും ഉണ്ടാകും. ഞാൻ നന്ദി പറയുകയെന്ന് പറയുന്ന ഒരു കർത്തവ്യത്തിലേക്കാണ് ഞാൻ കർത്തവ്യമാണ് എനിക്കുള്ളത്. നന്ദി പറയുക എന്ന് പറയുമ്പോൾ ഞാൻ ആർക്കും നന്ദി പറയേണ്ടത് പ്രധാനമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കുമാണ്. ഇത്തരത്തിലൊരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ എടുക്കുവാൻ സന്മനസ് കാണിച്ച ഇത് വലിയൊരു ചിലപ്പോൾ ഇനി വല്ല അവാർഡ് സിനിമകൾക്കെക്കാളും പോകുന്നെങ്കിലേ അല്ലാതെ ഇത് സമൂഹത്തിൽ വിമർശിക്കപ്പെടുകയും അതുപോലെ സമൂഹം കൂടുതലായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാകാൻ സാധ്യതയില്ല. എനിക്ക് ചില പ്രത്യേകതകളുണ്ട് ഈ സിനിമകൾ. ആ സിനിമകളുടെ പ്രത്യേകതകളൊന്നും ഇല്ലാത്തൊരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തന്നെ നമ്മൾ കണക്കാക്കുന്നു. അതിന് സന്മനസ്സുള്ള ബഹുമാന്യരായ നമ്മുടെ നാട്ടുകാർ അവരോടൊപ്പം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 12 സിനിമകൾ, ഒരു വർഷത്തിൽ 12 സിനിമകൾ എന്നുള്ള ലക്ഷ്യം നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർക്ക്, അതിൻ്റെ സംവിധായകയ്ക്കും എൻ്റെ പ്രിയപ്പെട്ട ചക്കി അതുപോലെ തന്നെ ശ്രീ തുളസിക്കും ആദ്യമായിട്ട് നന്ദി അറിയിക്കും. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി അധ്യക്ഷനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അനിൽ സാറാണ്. അദ്ദേഹമാണ് ഈ സ്ഥിരമായിട്ട് വരുന്ന സിനിമകളിലെല്ലാം ഇവിടെ പ്രസിദ്ധീകരിക്കുമ്പോൾ അധ്യക്ഷനാകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സഹസംവിധായകൻ ശ്രീ തുളസി. അതോടൊപ്പം തന്നെ നമ്മുടെ പെൺപിള്ള ഗോപാലകൃഷ്ണൻ സാർ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ അദ്ദേഹം നടത്തും. ഇത് വിമർശനത്തോടു കൂടി ഒരു നമ്മുടെ ഒരു രാജു സാർ അല്ലേ, രാജു സാറെന്ന് പറയുന്നത് സാറിനോട് നമുക്ക് യോജിക്കേണ്ട കാര്യമില്ല. വിമർശനങ്ങൾ ഉണ്ടാകണം. നേരത്തെ പെൺപിള്ള ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞു, അതിലെ മോളെ നമ്മുടെ ശക്തി അതുകൊണ്ട് ആളുകളെ ഒരുപാട് കുത്തി പറയുമ്പോൾ അത് അങ്ങനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു.